നമസ്കാരം. ലോക രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള ലോക രാജ്യങ്ങൾ ഇറാൻ ഒന്നുമല്ല എന്ന് കരുതി അവരെ ആക്ഷേപിച്ചിരിക്കുന്ന സമയത്ത് അമേരിക്ക എന്ന ആഗോള ശക്തിയെയും അവരുടെ അഹങ്കാരത്തെയും ഒക്കെ ഇറാൻ എന്ന ഒരു രാജ്യം അടിച്ച് പടമാക്കുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോ വലിയ ഞെട്ടലോടെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക പോലീസ് എന്ന് സ്വയം ചമഞ്ഞ് വിരൽത്തുമ്പിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ജോർദാനിലെ US സൈനിക ബേസിന് നേരെ ഇറാൻ നടത്തിയിട്ടുള്ള അതിശക്തമായ ആക്രമണം, ഇതുവരെ അമേരിക്ക കാണാത്ത അതിശക്തമായ ആക്രമണം അന്താരാഷ്ട്ര തലത്തില് പുതിയ ഒരു യുദ്ധ സമവാക്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പശ്ചിമേഷ്യയിൽ നിന്നും പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ആക്രമണത്തിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, ഒട്ടനവധി അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതിനെല്ലാം പുറമെ ഒരു അമേരിക്കൻ സൈനികനെ കാണാതാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ പെന്റഗൺ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ കുറെ കാലമായി നിൽക്കുന്ന കടുത്ത സംഘർഷങ്ങൾക്കിടയിൽ ഇറാൻ നേരിട്ട് US സൈനികരെ ലക്ഷ്യമിട്ട് ഇത്രയും മാരകമായ ഒരു ആക്രമണം നടത്തുന്നത് ആദ്യത്തെ സംഭവമാണ്. ഇതുവരെ അങ്ങനെ ചെയ്തിരുന്നില്ല. അമേരിക്കൻ ബേസുകളിലേക്ക് ഡ്രോണുകൾ അയച്ചിരുന്നു, അതുപോലെ മിസൈലുകൾ അയച്ചിരുന്നു. അല്ലാതെ പട്ടാളക്കാരെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ആക്രമണം ഇതുവരെ ഇറാനിലെ സിവിലിയൻസിനെ പോലും അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് കൊന്നൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ കൂടി ചേർന്നിട്ട് കൊന്നൊടുക്കുമ്പോൾ ഇറാൻ അത് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോ ഒരു ആക്രമണം, ഇത്തരത്തിൽ നേരിട്ട് ഒരു ആക്രമണം അമേരിക്കൻ പട്ടാളക്കാരെ കൊന്നൊടുക്കുന്നതിലേക്ക് ഇറാൻ നടത്തുന്നത് ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം ആഗോളതലത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക വ്യൂഹം, ആർക്കും തകർക്കാൻ കഴിയാത്ത അത്യന്താധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങൾ, അതൊക്കെ ഈ അമേരിക്കയുടെ കൈവശമുണ്ട്, തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ എപ്പോഴും അഹങ്കരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. എന്നാൽ ആ വൻ പ്രതിരോധ കോട്ടകളെയെല്ലാം വെറും മണൽ കൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ്, തകർത്ത് എറിയുന്ന കാഴ്ചയാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാന്റെ പക്കൽ അമേരിക്കയുടേത് പോലെയുള്ള കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അത്യന്താധുനിക ആയുധ ശേഖരങ്ങളോ അല്ലെങ്കിൽ സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എന്നിട്ടും അവരുടെ പരിമിതമായ വിഭവങ്ങൾ, അവരുടെ സൈനിക ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് കൃത്യമായ തന്ത്രങ്ങളിലൂടെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന വ്യോമാക്രമണം അമേരിക്കയുടെ നെഞ്ചകം തകർത്ത് കളഞ്ഞു എന്ന് പറയാതിരിക്കാൻ വയ്യ. ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന US സൈനിക ബേസുകളുടെ ഉള്ളിലേക്ക് ഇറാന്റെ മിസൈലുകൾ കൃത്യമായി ചെന്ന് പതിച്ചപ്പോൾ അമേരിക്കയുടെ സകല സാങ്കേതിക വിദ്യകളും നോക്കുകുത്തികളായി മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക ഞെട്ടലോടെ നോക്കിക്കണ്ടത്. ഈ ഒരു പരാജയം കണ്ടിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നത്. ലോകം മുഴുവൻ കാവൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഈ സമയം അത്രയും ബോൾഡ് ജാക്ക് ഫ്രൂട്ട് അഥവാ പുഴുങ്ങിയ ചക്ക തിന്നുകയായിരുന്നു എന്നാണ് ജനങ്ങൾ പരസ്യമായി പരിഹസിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇന്ത്യ മുമ്പ് എടുത്ത തന്ത്രപരമായ ചില തീരുമാനങ്ങൾ എത്രത്തോളം ശരിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇന്ത്യ റഷ്യയിൽ നിന്നും S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്, അതിനെ ശക്തമായി എതിർത്തിരുന്നു. റഷ്യൻ സംവിധാനങ്ങൾ വേണ്ട എന്നും അതിനേക്കാൾ മികച്ച സാങ്കേതിക വിദ്യ അമേരിക്ക തരാമെന്നും പറഞ്ഞ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി അവർ പരമാവധി അന്ന് പരിശ്രമിച്ചതാ ഒന്നാം ട്രംപ് സർക്കാർ. എന്നാൽ അന്ന് ഇന്ത്യ അമേരിക്കയുടെ ഭീഷണികളോ പ്രലോഭനങ്ങളോ അതിനൊന്നും വഴങ്ങാതെ, ആദ്യം പ്രലോഭിപ്പിച്ചു പിന്നെ ഭീഷണിപ്പെടുത്തി, അതിനൊന്നും വഴങ്ങാതെ തങ്ങളുടെ പരമാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റഷ്യയുടെ പ്രതിരോധ സംവിധാനവുമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യ അന്ന് തീരുമാനിച്ചത്. അമേരിക്കയുടെ സ്വന്തം എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോ ഇറാന്റെ സാധാരണ മിസൈലുകൾക്ക്, ഏത് വമ്പൻ സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അങ്ങനെയല്ല, സാധാരണ മിസൈലുകൾ ഏറ്റ്, ഇറാന്റെ സാധാരണ മിസൈലുകൾ ഏറ്റ് ഈ അമേരിക്കയുടെ ഈ സ്വന്തം എയർ ഡിഫൻസ് സിസ്റ്റം തകർന്ന് അടിയുമ്പോൾ, ഇറാൻ എന്ന് പറയുന്ന ഒരു സാധാരണ രാജ്യത്തിന് മുന്നിൽ തകർന്നടിയുമ്പോൾ അന്ന് ഇന്ത്യ എടുത്തിട്ടുള്ള ആ തീരുമാനം 100% ശരിയായിരുന്നു എന്നാണ് കാലം ഇന്ന് തെളിയിക്കുന്നത്. അമേരിക്കൻ സാങ്കേതിക വിദ്യയെ അന്ധമായി വിശ്വസിക്കാതെ റഷ്യൻ സഹായവും, റഷ്യ അല്ലെങ്കിൽ പണ്ടേ ഇന്ത്യയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്,
അമേരിക്ക പണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് തൊട്ടാൽ കത്തിച്ചു കളയും എന്ന് പറഞ്ഞത് അന്നത്തെ സോവിയറ്റ് യൂണിയനാണ്, അതായത് റഷ്യയാണ്. അതായത് റഷ്യ എപ്പോഴും ഒരിക്കൽ പോലും ഇന്ത്യക്കെതിരെ നിന്ന ചരിത്രമില്ല. ഇന്ത്യയോടൊപ്പം എപ്പോഴും നിൽക്കുകയും ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയോട് കൂറു പുലർത്തിക്കൊണ്ട് ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ റഷ്യയെ നമുക്ക് വിശ്വസിക്കാം. അമേരിക്ക എതിർത്തപ്പോൾ പോലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും ഇപ്പോ റഷ്യ പ്രതിസന്ധിയിലാകുമ്പോൾ ഇന്ത്യ എണ്ണ കൊടുക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ സഹായവും സ്വന്തം ആഭ്യന്തര സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കിയ കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. എത്രയോ വലിയ ദീർഘവീക്ഷണമായിരുന്നു അന്ന് നമ്മുടെ ഇന്ത്യൻ സർക്കാർ എടുത്തത് എന്ന് ഈ സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോക പോലീസ് എന്ന് വീമ്പടിക്കുകയും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ട് ഭീഷണിപ്പെടുത്തുകയും അവരെ കീഴ്പ്പെടുത്തുകയും, അതായത് ചെറിയ രാജ്യങ്ങൾ, അമേരിക്കയോട് അടിച്ചു നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത വെനസ്വല പോലുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ അവരുടെ അടിമ രാജ്യങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ കവചങ്ങളുമെല്ലാം ഒരു ചെറിയ രാജ്യത്തിന്റെ ആക്രമണത്തിന് മുന്നിൽ ഇത്തരത്തിൽ അമ്പയെ പരാജയപ്പെടുന്നത് കാണുമ്പോൾ ലോകത്തിന് ചിരി അടക്കാൻ വയ്യ, അഥവാ ചിരി വരുന്നത് സ്വാഭാവികമാണ്. കാരണം തങ്ങളെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന അഹങ്കാരത്തിലായിരുന്നു അമേരിക്കയും ഇപ്പൊ ഡൊണാൾഡ് ട്രംപും ഒക്കെ ഈ ഇറാൻ യുദ്ധത്തിന് തൊട്ടു മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായും യുദ്ധം എപ്പോഴും വലിയ നാശനഷ്ടങ്ങളും അതുപോലെ നഷ്ടങ്ങളും മാത്രമാണ് രണ്ടു പക്ഷത്തിനും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മാനവികതയ്ക്ക് മേൽ കനത്ത ആഘാതവുമാണ്. എങ്കിലും ലോകത്തെ ഏറ്റവും ശക്തരെന്നും തങ്ങൾ അജയ്യരാണ് എന്നും സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് വീമ്പിളക്കി നടക്കുന്ന അമേരിക്കയ്ക്ക് അവരുടെ സ്വന്തം മണ്ണിലും സൈനിക താവളങ്ങളിലും ഇത്രയധികം ദുർബലതകൾ കാണിക്കേണ്ടി വരുന്നു എന്നത് അവരുടെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇറാൻ ആകട്ടെ ഇറാന്റെ തൊട്ടടുത്തുള്ള US സൈനിക താവളങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് ആക്രമിക്കുന്ന പുതിയ തന്ത്രം ഇനി വരും ദിവസങ്ങളിലും തുടരും എന്നാണ് വ്യക്തമാക്കുന്നതും ഇറാന്റെ വാർത്താ മാധ്യമങ്ങൾ സൂചന നൽകുന്നതും അങ്ങനെ തന്നെയാണ്. ഇതോടെ അമേരിക്കയുടെ യഥാർത്ഥ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യം ലോക രാജ്യങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്, അതായത് ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതെ വെറുതെ കുരയ്ക്കും പട്ട് കടിക്കില്ല എന്നതുപോലെ ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഒരുപക്ഷെ ജയിക്കാൻ കഴിയില്ല എന്ന് ട്രംപിന് മനസ്സിലായപ്പോ ഇറാന്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ പട്ടാള നിയമങ്ങളൊക്കെ വെറും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും എന്ന് മനസ്സിലായപ്പോ ഭീഷണിപ്പെടുത്തി കൂടെ ഒരുപക്ഷെ പിന്തിരിപ്പിക്കാനായിരിക്കാം ഒരുപക്ഷെ ട്രംപ് അന്ന് ശ്രമിച്ചത്. അതാണ് ഇന്ന് പൊളിഞ്ഞു വീഴുന്നത്. അമേരിക്കയുടെ സുരക്ഷാ കവചങ്ങൾ തങ്ങളെ സംരക്ഷിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ കൂടുന്ന, അമേരിക്കയുടെയും ട്രംപിന്റെ പിന്നാലെ കൂടുന്ന രാജ്യങ്ങൾ ഇപ്പോ ഒരു പുനർവിചിന്തനത്തിലാണ്. അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം ഇപ്പൊ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാര്യം സ്വന്തം ബേസുകൾ സംരക്ഷിക്കാൻ, സ്വന്തം പട്ടാളക്കാരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതേസമയം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തന്നെ സ്വന്തം സൈനിക ശക്തിയും തന്ത്രപരമായ നയതന്ത്ര തീരുമാനങ്ങളും ഉപയോഗിച്ച് ലോകത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലോക പോലീസിന്റെ ഭീഷണികൾ അല്ലെങ്കിൽ ലോക പോലീസിന്റെ കഥകളൊക്കെ ഇനി പഴഞ്ചനായി മാറുന്ന ഒരു പുതിയ കാലക്രമത്തിലേക്കാണ്, ഒരു പുതിയ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പോലെയുള്ള വൻ ശക്തികൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ശക്തമായ തിരിച്ചടികൾ കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെ തോന്നുന്നു. ഇല്ലെങ്കിൽ അവരുടെ ആഗോള മേധാവിത്വ മോഹങ്ങളും അവരുടെ അഹങ്കാരങ്ങളുമൊക്കെ അതിര് കടന്നു പോകും. യുദ്ധം ഒരിക്കലും ഒരു പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരമല്ലെങ്കിലും ലോകത്തെ മഹാശക്തികളുടെ കളിമൺ പാദങ്ങളും അവരുടെ ദുർബലതകളും ഒക്കെ ഇത്തരത്തിൽ ആഗോള വേദിയിൽ തുറന്നു കാട്ടപ്പെടുമ്പോൾ ചരിത്രം വരും തലമുറകൾക്കായി പുതിയ ചില പാഠങ്ങൾ എഴുതി ചേർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആകെ പിരാന്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സ്വന്തം പട്ടാളക്കാരെ കൊന്നു തള്ളുന്നു ഇറാൻ. അവരുടെ പരിക്കേറ്റ പട്ടാളക്കാരുടെ ഗതി അതിലേറെ പരിതാപകരം. പട്ടാളക്കാരെ കാണാതാകുന്ന അവസ്ഥയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയുടെ അത്യന്താധുനിക ഡിഫൻസ് സിസ്റ്റം ഇറാന്റെ വെറും ചെറിയ മിസൈലുകളുടെയും ചെറിയ ഡ്രോണുകളുടെയും മുന്നിൽ പതറി നിലം പരിശാകുന്ന പപ്പടപ്പൊടിയാകുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.